എന്ന് ഹോണ്ട സിറ്റി കൈ കിട്ടിയാലും പെട്ടെന്ന് സെയിലായി പോകും. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ഹോണ്ട സിറ്റി കൈ കിട്ടി ഇപ്പോൾ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ട സിറ്റിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് പറയുകയാണെങ്കിൽ എൻജിനിൽ തന്നെ തുടങ്ങാം. നമുക്ക് ഹോണ്ട സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താ പറയുക, കൂടുതൽ ആൾക്കാരും അതായത് ഓൾട്രേഷൻ ചെയ്ത് യൂസ് ചെയ്യാനാണെങ്കിലും ഹോണ്ട യൂസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ വേറെ വണ്ടി മാറ്റി ചിന്തിക്കുമ്പോൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കംഫേർട്ട് ആണെങ്കിലും നമുക്ക് വണ്ടിയുടെ മെയിൻ്റനൻസ് ആണെങ്കിലും നമ്മുടെ മൈലേജിൻ്റെ കാര്യത്തിലാണെങ്കിലും പവർ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഇനി ടോപ്പ് സ്പീഡിൽ ഒരു 120 കഴിഞ്ഞിട്ടുള്ള ഒരു സ്പീഡിൽ വണ്ടി തരുന്ന ഒരു പവർ ജനറേഷൻ പെർഫോമൻസ് ആ ഒരു യാത്രാസുഖം എല്ലാം വെച്ച് നോക്കുമ്പോഴും ഇപ്പോൾ ഉള്ള പല ബ്രാൻഡുകളും കമ്പാരിറ്റീവ്ലി ഈ ഹോണ്ടയോട് ഒന്ന് മത്സരിക്കാൻ ശ്രമിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണ്ടയുടെ പെട്രോൾ എഞ്ചിനെ കുറിച്ചിട്ടാണ് പ്രത്യേകം പറയുന്നത് കേട്ടോ. കാരണം ഡീസൽ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഹോണ്ട സിറ്റിയിൽ വരുന്ന 1.5 ലിറ്റർ ഡി-ടെക് എഞ്ചിനാണെങ്കിലും നമ്മുടെ ജാസിൽ വരുന്ന ഡി-ടെക് എഞ്ചിനാണെങ്കിലും നമ്മുടെ അമേസിൽ വരുന്ന ഡി-ടെക് എഞ്ചിനാണെങ്കിലും എല്ലാം സെയിം തന്നെയാണ്. കാരണം 14 ലക്ഷം രൂപയിലുള്ള ഹോണ്ട സിറ്റിയിൽ ഇരിക്കുന്ന എഞ്ചിനും ഒരു 10 ലക്ഷം രൂപ താഴെയുള്ള അമേസിലിരിക്കുന്ന എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഹോണ്ട സിറ്റി പെട്രോളിലിരിക്കുന്ന 1.5 ലിറ്റർ ഈ ഒരു എഞ്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ അതിനനുസരിച്ച് പവർ ഡ്രോപ്പ് ആവാണ്ട് വണ്ടി ആ ഒരു നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്തോറും വണ്ടി വലിച്ച് കയറി പോകാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ VTEC എഞ്ചിൻ വന്നതിന് ശേഷമാണ്. എന്ന് വെച്ചാൽ VTEC എന്താണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നമ്മൾ എത്ര പവർ പെർഫോമൻസ് കൂട്ടുന്നു അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ വാൽവ് ഓപ്പണിംഗ് ടൈമിംഗ് ലാഗിങ് കൊടുത്ത് മാക്സിമം എയർ സക്ക് ചെയ്ത് ഉള്ളിലേക്ക് വന്ന് വലിച്ച് അതിനനുസരിച്ച് പവർ ജനറേറ്റ് ചെയ്ത് പോകുന്ന ഒരു ടെക്നോളജി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇതാണ് ഹോണ്ടയുടെ 2009 മോഡൽ ഹോണ്ട സിറ്റിയാണിത്. ഈ ഹോണ്ട സിറ്റിയിൽ യൂസ് ചെയ്യുന്നത് VTEC എഞ്ചിനാണ്. VTEC എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻറ്റ് വേരിയബിൾ ടൈമിംഗ് ടെക്നോളജി വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിൾ വാൽവ് ടൈമിംഗ് ടെക്നോളജി എന്നാണ് നമ്മൾ സിമ്പിളായിട്ട് പറയാം. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇൻ്റലിജൻറ്റ് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം വെച്ചിട്ട് ടൈമിംഗ് വാൽവിൻ്റെ ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈമിങ്ങിൽ ചേഞ്ചസ് വരുത്തിയിട്ട് യൂസ് ചെയ്യുന്ന എഞ്ചിൻ. നാച്ചുറലി ആസ്പിറേറ്റ് ടർബോ എഞ്ചിനൊന്നുമല്ല, നോർമൽ എഞ്ചിനാണെങ്കിലും ടർബോ ഉള്ള ഇപ്പോഴത്തെ പല എഞ്ചിനുകളും ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ഒരു സ്പീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ പിടിക്കാനായി കുറച്ച് പ്രയാസമായിരിക്കും. കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവുള്ള എഞ്ചിനാണ് ഈ ഒരു ഹോണ്ടയുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ. കാരണം ഹോണ്ടയുടെ എഞ്ചിൻ സംബന്ധമായിട്ടുള്ള പെട്രോൾ എഞ്ചിന് പ്രത്യേകിച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പിന്നെ ഒന്ന് നോർമൽ റണ്ണിങ് ഡാമേജസ് ആയിട്ടുള്ള ക്ലച്ച് കംപ്ലയിൻറ്റ്, ക്ലച്ച് ഹൈഡ്രോളിക് ക്ലച്ച് വരുന്നത്. നമുക്ക് ക്ലച്ചിൻ്റെ കാര്യത്തിൽ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ ഹൈഡ്രോളിക് ക്ലച്ചും കേബിൾ ക്ലച്ചും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ്. ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു സിലിണ്ടർ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്ക് 2 സിലിണ്ടറാണ് ക്ലച്ചിന് ഉണ്ടാവുക. ഒന്ന് മാസ്റ്റർ സിലിണ്ടർ. ഈ മാസ്റ്റർ സിലിണ്ടർ എന്ന് പറയുന്ന സാധനമാണ് ഇരിക്കുന്ന സിലിണ്ടർ. ഈ ഒരു സിലിണ്ടറാണ് മാസ്റ്റർ സിലിണ്ടർ. നമ്മൾ അവിടെ നിന്ന് ചവിട്ടുമ്പോൾ ഈ ഒരു സിലിണ്ടറിലേക്ക് പ്രഷർ കൊടുക്കും. അപ്പോൾ ആ ഓയിൽ എന്ത് ചെയ്യും, തള്ളിയിട്ട് വന്നിട്ട് ഇതാണ് സ്ലേവ് സിലിണ്ടർ. ഈ സ്ലേവ് സിലിണ്ടറിൻ്റെ ഈ ഒരു പിസ്റ്റൺ തള്ളും. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ആകുമ്പോൾ ഈ ക്ലച്ച് എൻഗേജ് ആവും. അവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് പോവുകയും ചെയ്യും. ഈ ക്ലച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ എപ്പോഴും ഹോണ്ടയുടെ വണ്ടിയിൽ മാത്രമല്ല, ഈ ഒരു സിലിണ്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്ന മിക്ക വണ്ടികൾക്കും നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ക്ലച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഷോറൂമിൽ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോസ്റ്റ് വരാറുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്റ്റർ സ്ലേവ് സിലിണ്ടർ പ്ലസ് ക്ലച്ച് പ്രഷർ പ്ലേറ്റ് റിലീസ് ബെയറിംഗ് ഇത്രയും സാധനം ഒരുമിച്ച് മാറിയാൽ മാത്രമാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലച്ചിൻ്റെ ഒരു വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലച്ച് മാറും, ചിലപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. ആദ്യമൊക്കെ ചെറിയൊരു ടൈറ്റ്, വളരെ ചെറിയൊരു ടൈറ്റ്, കാരണം നമ്മൾ ഇത്രയും ടൈറ്റിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ റിലാക്സിങ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ കമ്പാരിറ്റീവ്ലി കുറേ നാൾ കഴിയുമ്പോൾ ഇത് ലീക്കിങ് വരും, ഒരെണ്ണം ലീക്കായി പോകും, പിന്നെ ചെറിയ സ്ലിപ്പിങ് വരും. അപ്പോൾ പിന്നെ ക്ലച്ച് പിന്നെയും പെട്ടെന്ന് ആ ഒരു ടൈമിങ് ആ ഒരു
ക്ലച്ചിൻ്റെ എത്രയാണോ ഡ്യൂറേഷൻ അത് കിട്ടാണ്ട് പെട്ടെന്ന് തന്നെ തേഞ്ഞ് പോകുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലച്ച് മാറുമ്പോൾ ഹോണ്ട സിറ്റിക്ക് ആണെങ്കിൽ ശരി, വേറെ ഏത് ബ്രാൻഡാണെങ്കിൽ ശരി, ഇതിൻ്റെ വീഡിയോയുടെ കൂടെ പറഞ്ഞെന്നുള്ളൂ, മാറുമ്പോൾ ഇത്ര അസംബ്ലി മാറാൻ ശ്രമിക്കുക. മാത്രമല്ല പെർഫെക്റ്റ്ലി നമുക്ക് ഇതിൻ്റെ ABS കാര്യങ്ങളൊന്നും നോർമൽ ഇപ്പോൾ ഹുണ്ടായിലാണെങ്കിലും മാരുതിയിലാണെങ്കിലും പെട്ടെന്ന് തന്നെ ABS വാർണിംഗ് ലൈറ്റ് കാര്യങ്ങൾ കാണാറുണ്ട്. ഇതിൻ്റെ ABS ആണെങ്കിലും വീടുറ്റ ABS ആണ്, പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ വരാറില്ല, സെൻസർ ഡാമേജസ് വരാറില്ല. അതുപോലെ തന്നെ എൻജിൻ ടോട്ടലി പറയുകയാണെങ്കിൽ എൻജിൻ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള വണ്ടി, വെൽ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിലും കുഴപ്പമില്ല, ഈ വണ്ടിയുടെ എൻജിൻ ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം 99 മോഡലും 2000 മോഡലും 2001 2002 മോഡൽ ടൈപ്പ് 1 ടൈപ്പ് 2 ഹോണ്ട സിറ്റി ടൈപ്പ് 3 ഹോണ്ട സിറ്റിയൊക്കെ പുലി പോലെ 1,60,000 1,80,000 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ട് ഇപ്പോഴും പറന്നടിച്ച് നടക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊരു എടുത്ത് ഓൾട്രേഷൻ ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ ഒരു ടൈപ്പ്, ഈ ഒരു ഷേപ്പിലുള്ള സിറ്റി എടുത്തിട്ട് നമുക്ക് കുറച്ച് അലോയ്സ് കാര്യങ്ങളൊക്കെ കയറ്റി ഹെഡറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഹെഡർ ചെയ്യുമ്പോൾ കണ്ടില്ലേ നമുക്ക് ഈ ഓരോ ഇതൊന്നും എടുത്തിട്ട് എക്സോസ്റ്റ് നമുക്ക് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഹെഡറൊക്കെ ചെയ്തിട്ട് എക്സ്ട്രാ നമുക്ക് സൗണ്ടൊക്കെ ട്യൂൺ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല മൈൻഡാണ് ഈ വണ്ടി ഓടിക്കുക, നല്ല മൈൻഡ് മൂഡുമാണ്. നോർമൽ കേസിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടിക്ക് 15 to 16 17 കിലോമീറ്റർ വരെ ലോങ് ഡ്രൈവിൽ കിട്ടും. ലോക്കൽ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ 14-15 കിലോമീറ്റർ എന്തായാലും ലോക്കൽ ഡ്രൈവിലും മൈലേജ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ വണ്ടി ഞാൻ എടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു 150 കിലോമീറ്ററോളം ഓടിച്ചു. അപ്പോൾ 150 കിലോമീറ്റർ മുമ്പ് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് മൈലേജ് അറിയാൻ വേണ്ടിയിട്ട് ആവറേജ് മൈലേജ് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നിങ്ങൾ സിറ്റി നോക്കാൻ പോകുമ്പോൾ ആക്സിഡൻ്റൽ ആണോ എന്ന് അറിയാനായിട്ട് നമുക്ക് നോർമൽ വണ്ടി നോക്കുന്ന പോലെ ഈ ഒരു ആപ്രോണിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. സിറ്റിക്ക് വാരി വലിച്ച പോലെയൊന്നും കാണില്ല, സിമ്പിളി ആയിട്ടുള്ള ഈ ഒരു പേസ്റ്റിങ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഈ ഒരു കമ്പനി പഞ്ചിങ് ഉണ്ടല്ലോ, ഈ ഒരു പഞ്ചിങ് എല്ലായിടത്തും ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ആപ്പർ ക്രോസ് മെമ്പറും ലോവർ ക്രോസ് മെമ്പറും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കുക. എവിടെയെങ്കിലും വെൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ 2 ഫാൻ വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു AC-ക്കും റേഡിയേറ്ററിന് സെപ്പറേറ്റ് ഫാൻ സിസ്റ്റമാണ് വരുന്നത്. പിന്നെ ഓവർ ഹീറ്റിംഗ് പോലുള്ള ഡാമേജസ് ഈ വണ്ടിക്ക് പൊതുവേ കാണാറില്ല. എന്നാലും കൃത്യമായിട്ട് ഈ ഇതിൻ്റെ റേഡിയേറ്റർ അടവ് വരിക, അല്ലെങ്കിൽ ഒരുപാട് ഒട്ടും വെള്ളം നോക്കാണ്ട് ഓടിച്ച് മാക്സിമം എൻജിനെ ഡാമേജ് ആക്കിയാൽ മാത്രമാണ് ഓവർ ഹീറ്റിംഗ് പോലുള്ള ഇഷ്യൂസ് ഈ വണ്ടിക്ക് കാണാറുള്ളൂ. സെൻസർ ഡാമേജസും വേറെ കംപ്ലയിൻറ്റ്സ് ഡാമേജസും ഒന്നും ഈ വണ്ടിക്ക് കാണാറില്ല. മിക്കവാറും ഈ വണ്ടിക്ക് കാണുന്ന ചെക്ക് എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നത് ഒന്നാമത് ഇതിൻ്റെ ഓക്സിജൻ സിലിണ്ടർ ഡാമേജ് ആയതുകൊണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ഈ വണ്ടിയുടെ ECM ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ കോഡ് ഒന്ന് ക്ലിയർ ചെയ്താൽ തന്നെ പോകാവുന്ന ഡാമേജസാണ് ഇതിൻ്റെ എൻജിൻ സംബന്ധമായിട്ട് ഇതിന് വരാറുള്ളത്. ഓൾമോസ്റ്റ് എൻജിൻ വലിയ രീതിയിലുള്ള പണികളൊന്നും തരാത്ത എൻജിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയമായിട്ട് ഇപ്പോഴും ആ എൻജിൻ, ഈ ഒരു VTEC എൻജിന് ഒരു മതിപ്പ് വില ഇപ്പോഴും എല്ലാവരുടെ ഇടയിലുള്ളതും ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ്. എൻജിൻ റൂം ഓൾമോസ്റ്റ് നല്ല എല്ലാ ഭാഗത്തു നിന്നും നല്ല വിസിബിൾ ആയിട്ടുള്ള എൻജിന്, കാരണം എൻജിൻ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നല്ല വിശാലമായിട്ടാണ് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ എൻജിന് ഷിവറിങ്ങും കുറവാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കേട്ടോ. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ഷിവറിങ് നമുക്ക് സച്ചിൻ ഇപ്പോൾ കണ്ണിൽ കണ്ടപ്പോൾ എന്തെങ്കിലും ഷിവറിങ് ഫീൽ ചെയ്തായിരുന്നു ഈ വണ്ടിയുടെ. ഇപ്പോൾ എൻ്റെ AC-യുടെ ഫാൻ ഓണായില്ലേ, ഈ വണ്ടിക്ക് എന്തെങ്കിലും ഷിവറിങ് ഉണ്ടോ നോക്കി. കാരണം നമ്മൾ നോർമൽ പെട്രോൾ വണ്ടി വേറെ ഏത് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇതിനേക്കാളും കൂടുതൽ എൻജിൻ ഷിവർ ചെയ്യില്ലേ. കാരണം എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു എൻജിൻ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം അത്ര പെർഫെക്ഷൻ ആട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ AC-യും കൂടി ഓഫ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടായി കിടക്കുന്നുള്ളത് നമുക്ക് ശരിക്കും വണ്ടി ഒന്ന് തൊട്ട് നോക്കി ആ വൈബ്രേഷൻ ഉണ്ടോ. ശരിക്കും തൊടുമ്പോൾ പോലും വൈബ്രേഷൻ കുറവാണ്. ശരിക്കും നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെങ്കിൽ ഇത്രയും ലോ വൈബ്രേഷൻ ആയിരിക്കും വണ്ടിക്ക് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇതിൻ്റെ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടിയാണെങ്കിൽ ഇതിൻ്റെ ഓയിൽ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഓയിലിൻ്റെ ഈ ഒരു ഡിപ്സ്റ്റിക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ബാക്ക് കംപ്രഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ശരിക്കും ചെറിയ രീതിയിലൊരു സ്മോക്ക് കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ എൻ്റെ റിങ്സൊക്കെ ചെറിയ രീതിയിൽ വീക്കായി തുടങ്ങുമ്പോൾ തന്നെ ഇതിന് ബാക്ക് കംപ്രഷൻ അടിച്ചു തുടങ്ങും. ടൈമിംഗ് ചെയിനാണ് യൂസ് ചെയ്യുന്നത്. ചെയിൻ ആയതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ആണ്, പെട്ടെന്നൊന്നും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഓരോ സിലിണ്ടറിനും സെപ്പറേറ്റ് ഇഗ്നീഷൻ കോയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ സിലിണ്ടറിലേക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇഗ്നീഷൻ കോയിലുകൾ കൊടുത്തിരിക്കുന്നത്. 1 2 3 4 സിലിണ്ടർ വണ്ടിയാണ്. ബാക്കിലാണ് ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഇഗ്നീഷൻ കോയിൽസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഇതിൻ്റെ അടിയിലാണ് ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സ് വരുന്നത്. ഇഞ്ചക്ടറും 4 സിലിണ്ടറിലേക്ക് 4 ഇഞ്ചക്ടറാണ് കൊടുത്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ എൻജിൻ വാഷ് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ അടിച്ച് വാഷ് ചെയ്യുമ്പോൾ ഈ സെൻസർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഒരു എൻജിൻ റൂം കാര്യങ്ങളൊക്കെ സൈഡും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇഗ്നേറ്ററൊന്നും വാട്ടർ പ്രൂഫാണ്, ശരിക്കും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അങ്ങനെ വാട്ടർ ഡാമേജ് കാര്യങ്ങളൊന്നും നമ്മൾ സ്വിഫ്റ്റിലാണെങ്കിലൊക്കെ തന്നെ നമ്മൾ നല്ല പ്രഷർ വാഷർ ഉപയോഗിച്ച് എൻജിൻ ഡയറക്റ്റ് അടിച്ച് വാഷ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് പഴയ മോഡൽ വണ്ടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഞ്ചക്ടർ മറ്റേ ഈ ഇഗ്നിഷൻ കോയിൽ കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാറുണ്ട്. അത്തരത്തിലുള്ള ഡാമേജസ് ഒന്നും പെട്ടെന്നൊന്നും സിറ്റിക്ക് കാണാറില്ല. മാത്രമല്ല അത്യാവശ്യം സീൽഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. എഞ്ചിൻ നല്ല ഹൈറ്റിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ, മാത്രമല്ല ഹോണ്ടയിൽ സർവീസ് ചെയ്യാൻ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഹോണ്ട
ബോഡി വാഷും ഇൻറ്റീരിയർ വാഷും അണ്ടർ ബോഡി വാഷും മാത്രമല്ല എഞ്ചിനും കൂടി ക്ലീൻ ആക്കിയിട്ട് എഞ്ചിൻ്റെ മുകളിൽ ആ ഒരു വാക്സ് പോലത്തെ സാധനം അടിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് ഹോണ്ട തരാറുള്ളത്. കാരണം ഞാനത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എയർ ഫിൽറ്റർ പ്രോപ്പറായിട്ട് എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് പ്രോപ്പറായിട്ട് എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്ത് ഓയിൽ ഫിൽറ്ററും ഇതിൻ്റെ പെട്രോൾ ഫിൽറ്ററൊക്കെ റീപ്ലേസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ജനറൽ സർവീസ് മാത്രം ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും വലിയ ഡാമേജസ് ഒന്നും ഉണ്ടാക്കാണ്ട് ലോങ് പീരീഡിലേക്ക് ഉപയോഗിക്കാനായിട്ട് നല്ല കേപ്പബിൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് ഹോണ്ട സിറ്റിക്ക് വരുന്ന എഞ്ചിൻ. നോർമലി നമ്മൾ സിറ്റി വാങ്ങാൻ പോകുമ്പോൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്ത് നോക്കുക, വണ്ടി എല്ലാ ഗിയറിലും ആ പെർഫോമൻസ് കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ടൈമിങ്ങും ആ ഒരു മിസ് ഫയറിങ് പോലത്തെ ഇഷ്യൂസോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് പോലുള്ള കാര്യങ്ങൾ. പക്ഷേ ശരിക്കും ഈ ഒരു സിറ്റിയുടെ സൈലൻസർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഓടി വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഡ്രൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള സിറ്റിയാണ്. ഓൾമോസ്റ്റ് ഇതിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നമ്മൾ ഇതിനെ വടിച്ച് നോക്കിയാൽ പോലും ഉള്ളിലേക്ക് കൈയിട്ടിട്ട് നമ്മൾ മൊത്തം തൊട്ട് നോക്കിയാൽ പോലും ഒട്ടും ബ്ലാക്ക് സ്മോക്കോ ഓയിൽ മയോ ഒന്നും ഉണ്ടാവില്ല. കാരണം പെർഫെക്റ്റ് എഞ്ചിനാണെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും. അതായത് ഈ ഒരു സൈലൻസറിൻ്റെ ആ കുഴലിലുണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗം ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഈ ഓയിലിൻ്റെ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഓയിലിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പ്യുവറായിട്ടുള്ള വാട്ടർ കണ്ടൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ശരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വണ്ടിക്ക് ഈ സൈലൻസർ സംബന്ധമായിട്ട് തുരുമ്പുകൾ, സൈലൻസറിൽ ഹോൾസ് വീഴുന്ന ഇഷ്യൂസൊക്കെ കാണാറുണ്ട്. മാത്രമല്ല നമ്മൾ ബോഡി ഫിനിഷിങ് നന്നായിട്ട് നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ബോഡി ഷേപ്പ് കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മെയിൻ്റെനൻസ് ചെയ്താലും ബോഡി നമുക്ക് ആ ഒരു പഴയ ഷേപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ബോഡി ക്വാളിറ്റിയും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് പോലത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും മുൻ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാം ചെക്ക് ചെയ്തിട്ട് പെർഫെക്റ്റ് കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ചില വണ്ടികളൊക്കെ കാണുമ്പോൾ ഈ ഗ്രില്ല് പൊട്ടിയിരിക്കുക അല്ലെങ്കിൽ ഹെഡ് ലാംപ്സൊക്കെ ഭയങ്കരമായിട്ട് ഡിമ്മായിട്ടിരിക്കാറൊക്കെ ഉണ്ട്. ശരിക്കും ഹെഡ് ലാംപ്സിൻ്റെ ഒക്കെ ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് വണ്ടി എന്ന് പറയുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യുക. നല്ല ഒരു എന്താ പറയുക ഷേപ്പും കാര്യങ്ങളും കാണാനൊക്കെ എൻ്റെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു കാണുന്ന ഒരു മോഡൽ. അതുപോലെ തന്നെ ബാക്കിലെ സീറ്റിംഗ് ഉണ്ടല്ലോ, നോർമലി നമ്മൾ ഫ്രണ്ടിലെ സീറ്റിംഗിൽ ഡ്രൈവ് ചെയ്തപ്പോഴൊക്കെ ഏകദേശം പൊസിഷൻ ഞാൻ പറഞ്ഞതാണ്. ബാക്കിലെ സീറ്റിങ്ങിൽ ഒരു ചെറിയൊരു പ്രത്യേകത എന്താണ് പറയാനുള്ളതെന്ന് അറിയോ, നമ്മൾ സിറ്റിയിലിരിക്കുമ്പോൾ ഈ ഒരു സൈഡിൽ നമുക്കൊരു ഹോൾഡിങ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് അത്ര കംഫർട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനായിട്ടായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ലോപ്പ് ആവുന്നിരിക്കുന്നത്. കാരണം അപ്പോൾ ഈ ഒരു പൊസിഷനിൽ കാല് നമ്മളിപ്പോൾ ഇവിടെ വെക്കുമ്പോൾ നമുക്ക് ഒരു ഫുഡിനൊരു സപ്പോർട്ടും കിട്ടും. മാത്രമല്ല നമ്മൾ ബാക്കിലേക്ക് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തിരിക്കാൻ പറ്റും. ഈ സിറ്റിയുടെ ബാക്കിലിരിക്കുമ്പോൾ ഉള്ളൊരു കാര്യം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്തിട്ട് ഞാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഇത് വേറെ ഒരാൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവല്ല. ഇത് ശരിക്കും ഈ വണ്ടി കുറേ നാളായിട്ട് യൂസ് ചെയ്ത് ബാക്കിലിരുന്ന് ഡ്രൈവ് ചെയ്തിട്ടുള്ളൊരു ആളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്പോൾ ആൾ പറഞ്ഞത് ഇതിൻ്റെ ബാക്കിൽ കിട്ടുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, എൻ്റെ കാലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എനിക്കൊരു പെട്ടെന്ന് സഡൻ ഒരു ബ്രേക്കിംഗ് വന്നാൽ പോലും മുന്നോട്ട് ഞാൻ പോവില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വേറെ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുമ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ കാലിങ്ങനെ വെച്ചിരിക്കുന്നത് കറക്റ്റ് നമ്മൾ പെർഫെക്റ്റ്ലി ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കുക. കാരണം ഒരു അത്യാവശ്യം ഒരു 80 കിലോമീറ്റർ വരെയുള്ള ഒരു പവർ ബ്രേക്കിംഗ് കിട്ടിയാൽ പോലും ഈ ബാക്കിലിരിക്കുന്ന ഒരു പാസഞ്ചർ ഒരിക്കലും ഫ്രണ്ടിലേക്ക് ഊന്നൽ വന്നിട്ട് പോകുന്നില്ല. അതുപോലെ തന്നെ ബാക്കിൽ ഒരു 2 ആൾക്ക് ഭയങ്കര കംഫർട്ടായിട്ടിരിക്കാം, 3 ആൾക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അതിൽ കയറാൻ ഇറങ്ങാനൊന്നും വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അടി തട്ടുന്ന ഇഷ്യൂസ് അത്ര ഒരുപാടൊന്നും കാണാറില്ല. വല്ലപ്പോഴും അടി തട്ടുന്ന ചെറിയ അത്ര ഹെവി ആയിട്ടുള്ള കട്ടിങ്ങുകളിലൊക്കെ കാണാറുണ്ടെങ്കിലും അത്ര ഹെവി ആയിട്ടൊന്നും അടി തട്ടുന്നൊരു വണ്ടിയൊന്നുമല്ല. പക്ഷേ നമുക്ക് കയറാനും ഇറങ്ങാനൊക്കെയുള്ള ഒരു ഡോർ ഓപ്പണിങ്ങും ഇറങ്ങാനുള്ള ഒരു സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയും ഒരു ഹൈറ്റ് കുറഞ്ഞ വണ്ടിയാണെങ്കിൽ പോലും ശരിക്കും അത്ര കംഫർട്ടായിട്ടുള്ള ഡ്രൈവ് തന്നെ കേട്ടോ സിറ്റി തരുന്നത്. മാത്രമല്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഇത് ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഒക്കെ ഒരു നീറ്റ്നെസ്സും ആ ഒരു പെർഫെക്ഷനും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫാബ്രിക് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ നല്ല കോസ്റ്റ്ലി, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽസാണ്. ശരിക്കും ഒരുപാട് പഴക്കം ചെന്ന് കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഇത് മെൽറ്റായി പോകുന്ന ഇഷ്യൂസ് അത്തരത്തിലുള്ളതൊന്നും മിക്കവാറും ഹോണ്ടയുടെ വണ്ടികളിൽ കാണാറില്ല. കാരണം ചില വണ്ടികൾ ഇപ്പോൾ ഹുണ്ടായുടെ വണ്ടികളൊക്കെ ആണെങ്കിൽ പോലും ഡാഷ്ബോർഡ് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെൽറ്റിംഗ് പോലെ ഫീൽ ചെയ്യും. നമ്മൾ പിന്നെ കൈയൊക്കെ വെച്ചിട്ട് തന്നെ ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിൽ ആ ഡാഷ്ബോർഡ് പൊടിഞ്ഞിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു ഇഷ്യൂവും നമുക്ക് ഇതിനകത്ത് കാണാറില്ല. മാത്രമല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് സിസ്റ്റം തന്നെ പറയാം. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് സിസ്റ്റമാണ് കമ്പനി ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഈ കുറേ നാളുകൾ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഹോണ്ട സിറ്റി യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഡാറ്റ ആക്സസ് എന്ന് എഴുതിയിട്ടുണ്ട്, MP3 എന്ന് എഴുതിയിട്ടുണ്ട്, ഓക്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഓക്സും MP3 ഒക്കെ എവിടെയാണെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നില്ല. കാരണം
കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എവിടെയും കാണാനില്ല. ഡാഷ്ബോർഡിൻ്റെ ഉള്ളിൽ നോക്കി അവിടെയും കാണാനില്ല. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ പവർ ഔട്ട്പുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എവിടെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് ഈ സെറ്റിൻ്റെ ബാക്കിലാണോ എന്നൊക്കെ നമ്മൾ ഒരുപാടൊന്ന് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസപ്പെട്ടു. ശരിക്കും ആ ഒരു സംഭവം എവിടെയെന്ന് അറിയോ? ശരിക്കും വീഡിയോ കാണുന്ന മിക്കവർക്കും അറിയായിരിക്കും, പക്ഷേ എനിക്കിതറിയില്ലായിരുന്നു കേട്ടോ. ഇതൊന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ USB-യുടെ ഇരിക്കുന്നതും അതിൻ്റെ ഓക്സ് കേബിൾ ഇരിക്കുന്നത്. കാരണം ജസ്റ്റ് ഇതൊന്നിങ്ങനെ മടക്കിയാൽ മതി. കാരണം എനിക്കിതറിയില്ലായിരുന്നു. കാരണം ഞാൻ കുറേ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് ഈ സാധനം എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇത് V ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഏറ്റവും കംഫർട്ടായിട്ടുള്ള സീറ്റിംഗ് പൊസിഷനാണ് ഈ വണ്ടിക്കുള്ളത്. മാത്രമല്ല സ്റ്റിയറിംഗ് ലൈറ്റ് ആട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം മാരുതി വണ്ടികൾ ഉപയോഗിക്കുന്നവരെ വേറെ ഏത് വണ്ടിയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഹുണ്ടായിൽ ശരിക്കും ഈ ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തന്നെ കേട്ടോ. പക്ഷേ ഹുണ്ടായിൽ സ്റ്റിയറിംഗ് സ്മൂത്ത് ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെയൊക്കെ ഒടിച്ചൊക്കെ പിടിച്ച് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒടിച്ച് തീർന്നാലും പിന്നെ ഇത്തിരിയും കൂടി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വളച്ച് പിടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മൊഡ്യൂളൊക്കെ പെട്ടെന്ന് അടിച്ച് പോകാറുണ്ട്. സ്റ്റിയറിംഗ് മോട്ടർ കരകരകരാന്ന സൗണ്ടൊക്കെ വരാറുണ്ട് മോട്ടർ കംപ്ലൈൻ്റ് ആയിട്ട്. പക്ഷേ ഹോണ്ടയുടെ സ്റ്റിയറിംഗ് ഉണ്ടോ, ഞാനിപ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കുവാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര സ്മൂത്ത് ആവുന്നു അത്രയും തന്നെ രണ്ട് പൊസിഷനിലേക്ക് ഇങ്ങോട്ട് തിരിക്കുമ്പോഴാണെങ്കിലും ഫുള്ളായിട്ട് ഇങ്ങോട്ട് തിരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു കറക്റ്റായിട്ടുള്ള സ്മൂത്ത്നെസ്, രണ്ട് സൈഡിലേക്ക് തിരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു സെയിം സ്മൂത്ത്നെസ്സിൽ തന്നെ തിരിയുന്നത്. ഒരു സൈഡിലേക്ക് ഇത്തിരി ഹാർഡായിട്ടോ കട്ടിയായിട്ടോ അല്ലെങ്കിൽ നിർത്തിയിടുമ്പോൾ പവർ സ്റ്റിയറിംഗ് കുറച്ച് സ്മൂത്ത് ഹാർഡാവുക, ഓടിക്കുമ്പോൾ കുറച്ച് സ്മൂത്ത് ആവുക, അങ്ങനെയില്ല. പവർ സ്റ്റിയറിങ് ആ ഒരു ഐഡിയൽ ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക കൺട്രോള് എല്ലാ ടൈമിലും ഓൾ ടൈമിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനും ഫ്രണ്ടിലേക്കുള്ള വിസിബിലിറ്റിയും എല്ലാം ശരിക്കും ഒരു കുതിക്കാൻ നിൽക്കുന്ന ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോഴും തരുന്നത്. മാത്രമല്ല ഈ ഒരു സീരീസിലേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് മോഡൽ Type 1 Type 2 സിറ്റി ഹിറ്റായിരുന്നു. Type 3 വന്നപ്പോഴേക്കും ആ ഒരു എന്താ പറയുക ഡോൾഫിൻ ആ ഒരു ലുക്കുള്ള വണ്ടിയാവും. അതിനെ കുറച്ച് എനിക്ക് എൻ്റെ പേഴ്സണലി ഡിസൈൻ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഡിസൈൻ വന്നപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള പുതിയ ഡിസൈനിൽ ഏറ്റവും ലേറ്റസ്റ്റിന് ഡിസൈൻ വരെയുള്ള ഈ ഒരു ഡിസൈൻ മുതൽ ലേറ്റസ്റ്റ് വരെയുള്ള ഡിസൈൻ എപ്പോഴും ശരിക്കും ടൈംലെസ് ഡിസൈൻ എന്നൊക്കെ പറയുന്ന പോലെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഇല്ലാണ്ട് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനുള്ള വണ്ടി തന്നെയാണ്. ശരിക്കും സിവിക്കൊക്കെ എടുത്ത് ഒരുപാട് പണിയാറ്. സിവിക്കൊക്കെ ഓടിക്കുമ്പോഴൊരു ഫീല് വേറെ തന്നെയാണ്. എന്നാലും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു മൈലേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈലേജിലും മെയിൻ്റനൻസ്, മൈലേജ്, സർവീസ്, സ്പെയർ അവൈലബിലിറ്റി, സ്പെയറിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ചോയ്സ് തന്നെയായിരിക്കും ഈ ഒരു സിറ്റിയിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ വരുന്നത്. ശരിക്കും ഇത് 2009 മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. സെയിൽ ചെയ്യുന്ന പ്രൈസ് 2,90,000 to 3,00,000 ഇടയ്ക്കാണ് ഈ വണ്ടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്. ടയേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് നല്ലതാണ്. സസ്പെൻഷൻസ് ഒന്നും ഡാമേജസ് ഇല്ല. നമുക്ക് ഡ്രൈവ് ഒന്ന് പോയി നോക്കാം. ഈ റോഡിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാം. എല്ലാ വണ്ടി ഞാൻ ഈ റോഡിൽ കൂടെ ഓടിച്ച് നോക്കാനുള്ള പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സിമെൻറ്റ് റോഡാണ്. മാത്രമല്ല സിമെൻറ്റിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോയിട്ട് ഈ റോഡ് ഭയങ്കര ഗ്രിപ്പാണ്, റഫാണ്, അതിൻ്റെ ഹാർഡുമാണ്. അപ്പോൾ ഈ റോഡിൽ ഓടിച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സൗണ്ടുകളൊക്കെ അറിയാൻ പറ്റും. ശരിക്കും ഇത് 2009 മോഡൽ വണ്ടിയാണ്. ഈ വണ്ടി പോകുമ്പോൾ എന്തെങ്കിലും സൗണ്ട് എനിക്ക് ഉള്ളിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഒറ്റ സൗണ്ട് ഈ വണ്ടിക്ക് ഇത്രയും പഴയ മോഡൽ വണ്ടിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല കേട്ടോ. സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ല. നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി വലുതാണെങ്കിലും വണ്ടിക്ക് ബോഡി വെയിറ്റ് ഉണ്ടെങ്കിലും വണ്ടി വലുതാണെങ്കിലും ഈ സ്റ്റിയറിങ് ഇത്രയും ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും നമ്മളൊരു ഹെവി ഒരു വലിയ വണ്ടി ഓടിക്കണം എന്നുള്ള ഫീലിംഗ് ഒരിക്കലും കിട്ടില്ല. ക്ലച്ച് പക്ഷേ ഈ വണ്ടിക്ക് ചെറിയൊരു ഹാർഡ്നെസ്, ഒരുപാട് ഹാർഡ്നെസ് എന്ന് പറയാനില്ല. മറ്റേ ഒരു ഹോണ്ട സിറ്റിയെ സംബന്ധിക്കുമ്പോൾ ചെറിയൊരു ഹാർഡ്നെസ് ഈ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. AC ഒക്കെ പെർഫെക്റ്റ് കൂളിംഗ് ഉള്ള AC തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ ഒരു പെർഫോമൻസ് നോക്കിയോട്ടോ. ഫസ്റ്റ് ഗിയറിലടാ നമ്മൾ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഇട്ടിട്ടുള്ളൂ. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് എൻ്റെ അടുത്ത് ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ വണ്ടിയുടെ പെർഫോമൻസ് ഇങ്ങനെ ഹൈക്ക് ചെയ്ത് വരുന്നു പറഞ്ഞില്ലേ. ശരിക്കും ആ വണ്ടി ആ ഒരു എൻജിൻ ദമ്മായി കഴിഞ്ഞിട്ട് എന്നിട്ട് എൻജിൻ കംപ്രഷൻ ആ ഒരു പെർഫെക്റ്റ് ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു 4000 RPM-ലാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്തത്. പിന്നെ തേർഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ആ വണ്ടി ആ ഇരുന്ന ആക്സിലറേഷനിൽ, അതായത് ആ ഒരു സ്പീഡിൽ നിന്ന് ഹൈക്ക് ചെയ്ത് പോവായിരുന്നു. ഒരിക്കലും ആ ഒരു പവർ ഡ്രോപ്പോ അല്ലെങ്കിൽ ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ ഒരു വണ്ടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടൊരു ലാഗിങ് വരുന്നില്ല. ആ ഒരു സ്ട്രോക്കിൽ നിന്ന് ഒരു ഗിയറിൽ നിന്ന് അടുത്ത ഗിയറിലേക്ക് മാറുമ്പോൾ ആ വണ്ടിക്ക് ഉണ്ടാകുന്ന ആ പഞ്ചിങ് ഉണ്ടല്ലോ, വലിച്ച് പോകുന്ന ആ പഞ്ചിങ്ങിൽ വരുന്ന ഹൈക്ക് ഉണ്ടല്ലേ, ഈ ഹൈക്കാണ് ഈ ഒരു വീട്ടൊക്കെ എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ശരിക്കും ഓടിച്ച് ഫീൽ ചെയ്ത ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാവും. മാത്രമല്ല ഇതിന് എത്രയാണോ ഈ ഒരു ഫീല് കിട്ടുന്നത് അതിൻ്റെ ഇരട്ടിയാണ് സിവിക്കിന് വരുന്നത്. അതാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു
വീടെക് എഞ്ചിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് ഈ ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. ആരും തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.